ഫിഷ് ഓൺ താഴെന്നാട്ടാ നമ്മൾ ചുമ്മാ ഏറ്റവും താത്തി വലിച്ചപ്പോൾ എന്താ പറയുക അരിവ മണ്ണ് തട്ടിച്ച് ഫിറ്റ്മിനോ ഓയാ ഡോർമാറ്റിക് കഴിച്ചു P1 ആണ്. അതുപോലെ 15 LB ലീഡർ ലൈനൊക്കെയാണ്. നോക്കാം നമുക്ക്. ഏറ്റവും താഴെയൊക്കെ എറിഞ്ഞ് പതിയെ വലിച്ചപ്പോഴായിട്ട് അടിച്ച മീൻ കുറച്ച് പാടുപെടും കയറ്റാൻ. എന്തായാലും അത്ര എളുപ്പമായിരിക്കില്ല. അത്ര ചെറുതൊന്നല്ല. ഓ മൈ ഗോഡ്. ഓ റോഡ് നോക്ക്. പൊട്ടിക്കരുത്, പൊട്ടിക്ക. ഓ മൈ ഗോഡ്. ഇരുന്ന് പിടിക്കുക. കാരണം പതിയെ കോരി എടുക്കണം മീനെ. ലൈറ്റ് സെറ്റപ്പ് ആയതുകൊണ്ടേ ഒന്ന് ആയി വരെ. ഓ ആ കൈ മുറിഞ്ഞു പോകും. ലൈറ്റ് സെറ്റപ്പ് ആയതുകൊണ്ട്. ഇതാണില്ലേ പഠിച്ചോനെ. നമുക്ക് എടുത്തിടാൻ തന്നെ പ്രശ്നമാണ്. എടുത്തിട്ടപ്പോൾ കൈ ശരിക്കും പ്രശ്നമായി. ഒരാളില്ലാത്തതുകൊണ്ടാണ്. ഓ പഠിച്ചു രക്ഷപ്പെട്ടെ. ചാടും. യെസ്, ഇനി പ്രശ്നമില്ല. ഒക്കെ റിമൂവ് ചെയ്യണമൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. വാമീൻ്റെ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ശരിക്കും പണി കിട്ടിയതാണ്. കണ്ടോ ഫിറ്റ് മിനോ. താങ്ക് യു. വലുപ്പുണ്ട് കേട്ടോ. 2 കിലോ സൈസ് ഉണ്ട്. ചെറുതല്ല. ഒന്നുകൂടി അറിഞ്ഞു നോക്കാം. ആളില്ലെങ്കിൽ ലൈറ്റ് റോഡ് ഭയങ്കര പാടാ മീൻ കയറ്റാനേ. ഇവിടെ ഹുക്കുണ്ട്. പക്ഷേ ഈ ഹുക്ക് കൊണ്ട് ഞാൻ കയറ്റാൻ നിന്നാൽ മീൻ പിന്നെയും പോവുള്ളൂ. ശരിക്കും താന്നതിന് ശേഷം യെസ് ഫിഷ് ഓൺ. എടാ പോയാ ചേ അടിച്ചു പോയി. ചേടാ അടിച്ചു പോയി. യെസ് എടാ അടിച്ച് പോകണല്ലോ. പോയി
നമ്മുടെ റോഡും റീലും ലൈനൊക്കെ ചെറുതായതുകൊണ്ട് മീനടിക്കുന്നത്. പക്ഷേ ഉക്കപ്പാവണില്ല. ഡ്രാഗൊക്കെ ഓക്കെയാണ്. ആ 2 2 അത് ഇതായതുകൊണ്ട് അടിക്കുന്നതാണ്. ഫിറ്റ്മിനോ തകർക്കാണ്. ഫിറ്റ്മിനോല് മീനടിക്കുന്നുണ്ട്. ലൂർമാറ്റിക് ഇത്രയും ബെൻഡിങ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും എന്താ പറയുക, ഏകദേശം ഒരു സി ടൈപ്പിൽ ബെൻഡായിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം വന്നു. ഫിഷ് ഓൺ അഞ്ചിയോപ്പിൽ പോരുത്. അഞ്ചിയോപ്പിൽ മീനടിച്ചിട്ടുണ്ട്. അയ്യോ, കപ്പ ശരിയായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ബിഗ് ബാക്കർ ആൻജിയോപ്പീഡിലാണ് അടിച്ചിട്ടുള്ളത്. വലുപ്പം ഇല്ലല്ലോ, ചെറുതാണല്ലോ. ഇന്ദ്ര 7 feet. ഫൗള് കാണുന്ന അംശം കേട്ടാ. ഒന്നുന്നില്ല ഇങ്ങനെ. ഫൗളൊക്കാണ്. വരും. ഫൗളൊക്കാണ്. This is Indra. അതല്ലേ മേജർ ക്രാഫ്റ്റ്. ഓക്കെ, മേജർ ക്രാഫ്റ്റ് ഇന്ദ്ര ബിഗ് ബാക്കർ ആൻജിയോപ്പീഡ് 42 gram വലുത്. നമ്മുടെ ഫിൻ പവർ XD. രക്ഷപ്പെട്ട. ഓക്കെ, ഉക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അയ്യോ, അഞ്ചിയോപ്പയിൽ മീനടിക്കുന്നത്. ഇതാണ് ലൂറ്. അഞ്ചിയോപ്പിയുടെ BKKയുടെ റാപ്റ്റർ Z ഒക്കെയാണ് മാറ്റണത്. നമ്മൾ മാൽവാൻ ട്രിപ്പിന് പോകുമ്പോൾ മാറ്റിയതായിരുന്നു. അല്ലെങ്കിൽ ഒക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. GT ഫിഷിങ്ങിന് വേണ്ടി മാറ്റിയതായിരുന്നു. കണ്ട് ഇതെടുക്കട്ടെ. അവിടെ മീൻ അടിക്കേണ്ട ഒരുപാട്. കണ്ട് എറിഞ്ഞപ്പോൾ അവിടെ മീനടിച്ചത്. എത്തോന്നറിയില്ല, അതുപോരാ.
ഫിഷ് ഓൺ ഫിഷ്. എടാ പോയോ? ഇല്ല പോയിട്ടില്ല. ഫിഷ് ഓൺ. അയ്യോ അങ്ങോട്ടൊക്കെ അതിന് കാറ്റലാണ് പണി. ത്രെഡ് ഫാൻ നമ്മുടെ ഫിറ്റ്മിനോലാണ്. കാറ്റൽ കുറച്ച് പണിയാണ്. നോക്കാം. നേരത്തെ തന്നെ കാരണം 15 LB ലീഡർ ലൈനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 16 LB മെയിൻ ലൈനും P1 കൈജിയുടെ P1. അത് സൂക്ഷിച്ച് സാവധാനം വേണം. ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ട് കേട്ടോ. അയ്യോ കുറച്ച് വലുപ്പമുള്ള മീനാ. ഇല്ലേ നമ്മുടെ 5 ഒപ്പീഡിൽ അടിച്ചിട്ടുള്ള അവിടെ ലൂർമാറ്റിക്കിൽ ഉണ്ടോക്കെ ഫിറ്റ്മിനോ ലൂർമാറ്റിക്കിൻ്റെ 8 ഫീറ്റ് L ദൈവ ബീച്ച് 20,000 ലൈന് കരിക്ക് P1 അൾട്രാ ലൈറ്റ് സെറ്റപ്പിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 2.5-3 കിലോ വലുപ്പമുള്ള സാൽമണാണ്. ഉണ്ടല്ലേ നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ കിട്ടിയൽ വലുതാണ്. ശരിക്കും നമ്മൾ മീൻ എടുത്തിടുന്നതാണ് ഒരു പ്രശ്നം. വേറെ ഓപ്ഷനില്ല. വേറെ ഒന്ന് നോക്കി ബിക്കയുടെ ഫാങ്സ് ഉക്കാട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ ഉക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. യെസ് Angiopid. Yes. Fish on. ഫിറ്റ്മീന് തകർക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഫിറ്റ്മീന് തകർക്കുന്നുണ്ട്. ആയിവാ അധികം വലുപ്പമില്ല. അയ്യോ ഉണ്ടല്ലോ. 4ാമത്തെ മീനാട്ടോ ജാക്കൽ ഫിറ്റ്മിനോയിൽ. കണ്ടില്ലേ അടിപൊളി. അല്ല ഒന്ന് വലിയ ആൻജിയോപിഡിലാണ്, ബാക്കി 3 സെയിം ഫിറ്റ്മിനോ സെയിം സൈസിൽ. നമ്മുടെ ലൂർമാറ്റിക് 8.0 L ലൈറ്റ് റോഡ് മാക്സിമം 24 ഗ്രാം. നമ്മുടെ ദൈവ ബീജ് മാക്സിൽ കൈജു മാത്രം P1 അതിലൊരു 15 LB ലീഡർ ലൈൻ. ഇതോ പ്ലെയർ അവിടെ
ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ ഉക്ക് കയ്യിൽ കയറും. മീനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഉക്ക് വരുന്നതിന് മുന്നേ. അല്ലാതെ ഉക്കൂരാൻ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ പിടിച്ച് നല്ല ഉക്കട്ടെ. ഓക്കെ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ലൂർമാറ്റിക് 8L നമ്മൾ 4 മീൻ പിടിച്ച് ചെറിയൊരു സമയം കുടിച്ചിട്ട് എന്ന് വെച്ചാൽ 5:30 മുതൽ 6 കറക്റ്റ് 1 മണിക്കൂർ ടൈം. 4 മീൻ 2 മീൻ നമുക്ക് മിസ്സായി. ഇനി മീൻ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വീഡിയോയിൽ ഇനി വരില്ല, നമുക്ക് മൊബൈലിലെത്തെടുക്കാം വീഡിയോ കിട്ടുകയാണെങ്കിൽ ലാൻഡ് ചെയ്തതിന് ശേഷം. താങ്ക് യു. ജസ്റ്റ് 1 hour ഫിഷിംഗ് ആയിരുന്നു. നല്ല കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയത്. എല്ലാം ഫിറ്റ് മീനും ശരിക്കും വെയിറ്റ് ചെയ്ത് ഡീപ്പിൽ എത്തിയതിന് ശേഷം വലിച്ചപ്പോഴാണ് മീൻ അടിച്ചിട്ടുള്ളത്.